നമ്മളിൽ പലരും എൻകൗണ്ടർ ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആയിരിക്കും നമ്മുടെ പഴയ മോഡൽ കാസ്റ്റ് ആൻഡ് ബുള്ളറ്റിന്റെ അത് ഈ മഴയത്ത് ഓടുമ്പോഴോ അല്ലെങ്കിൽ വെള്ളം കയറുമ്പോഴൊക്കെ വണ്ടി കഴുകി കഴിയുമ്പോഴൊക്കെ ചില സമയത്ത് വണ്ടി സ്റ്റാർട്ടിങ് ട്രബിൾ കാണിക്കുന്നു. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പം വണ്ടി ചത്തു പോകുന്നു, അത് വർക്ക് ആവുന്നില്ല, സ്റ്റാർട്ട് ആവുന്നേ ഇല്ല. ഇങ്ങനത്തെ ഒരു ഇഷ്യൂ അതിനകത്ത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിന്റെ പ്ലാറ്റിനം പോയിന്റ് ഒന്നിൽ അത് തേഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ക്ലവ് പിടിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും അത് ഡാമേജ് ആയിട്ട് അത് മെക്കാനിക്കൽ പാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ആ സാധനം പെട്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തപ്പോൾ കംപ്ലൈൻ്റ് ആവുന്നു, വണ്ടി സ്റ്റാർട്ട് ആവാതിരിക്കുന്നു. അതിനുള്ളൊരു ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഇലക്ട്രോണിക് ഇഗ്നിഷൻ കിറ്റാണ്. ഈ കാണുന്ന ഐറ്റം നമ്മുടെ 2004 മോഡൽ തൊട്ട് തന്നെ ഇലക്ട്രയിലും ഒക്കെ കമ്പനി കൊടുത്തിരുന്ന ഒരു ഓപ്ഷനാണ്. പക്ഷേ പിന്നീട് അതിൻ്റെ പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ സ്റ്റോപ്പായി. പക്ഷേ ഈ സാധനം നമുക്ക് വളരെ പ്രയോജനമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ഈ ഇലക്ട്രോണിക് ഇഗ്നിഷൻ മൊഡ്യൂളിനകത്തുള്ള 3 പാർട്സ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു ഇലക്ട്രോണിക് ഇഗ്നിഷൻ മൊഡ്യൂളാണ്. രണ്ടാമത്തത് ഒരു മാഗ്നറ്റ് ആണ്. മൂന്നാമത്തത് പിക്കപ്പ് കോയിലാണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാഗ്നറ്റ് ഇത് ഡയറക്റ്റ് ഫിറ്റ് ആണ്. ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് കറങ്ങി ഈ പിക്കപ്പ് കോയിലിൻ്റെ ഇതിൽ ഇൻലൈനിൽ വരുമ്പോഴത്തേക്കും അത് അലൈൻ ആകുമ്പോഴത്തേക്കും ഒരു പൾസ് ഇവിടുന്ന് ജനറേറ്റ് ആയിട്ട് അത് ഈ ഇഗ്നിഷൻ മൊഡ്യൂളിനോട് പറയും. ഇവിടുന്ന് നേരെ ഒരു സിഗ്നൽ പോയിട്ട് നമ്മുടെ കോയിലിനകത്ത് ചെന്നിട്ട് കോയിൽ അവിടെ നിന്ന് ഒരു സ്പാർക്ക് ജനറേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ്. അപ്പോൾ ഇതിനകത്ത് വേറെ മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ല. ആകെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും, കറങ്ങി അതാണ് ഈ സിഗ്നൽ അയക്കുന്നത്. ഇത് വേറെ മെക്കാനിക്കൽ പാർട്സ് അങ്ങനെ ടച്ച് ചെയ്യുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇതിന് ലോങ് ലൈഫ് ഉണ്ട്. ഇതങ്ങനെ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരത്തില്ല. വളരെ റിലയബിൾ ആയിട്ടുള്ളൊരു സൊല്യൂഷനാണിത്. ഇതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നും ഇതിൻ്റെ ടൈമിംഗ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കമൻറ്റ് ഇടുക. നമ്മളതിൻ്റെ ഒരു വീഡിയോ പിന്നീട് സമയം പോലെ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.